ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 52-ാം പദ്യം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാളണയുമതിങ്കലശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ധ്വനിമയമായി, ശബ്ദമയമായി, ഗഗനം, ആകാശം, ജ്വലിക്കും, പ്രത്യക്ഷപ്പെടും. അന്നാൾ, തുടർന്ന്, അതിങ്കൽ, ആ ആകാശത്തിൽ, അശേഷ ദൃശ്യജാലം, എല്ലാ പ്രപഞ്ച ഘടകങ്ങളും അണയും, ഒത്തുചേരും. പുനരവിടെ, വീണ്ടും അവിടെ, ത്രിപുടിക്ക്, അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന പദാർത്ഥം എന്ന അറിവിൻ്റെ 3 പുടങ്ങൾക്കും പൂർത്തി നൽകും, വേർതിരിഞ്ഞ അവസ്ഥ വന്നുചേരും. സ്വനവും അടങ്ങുമിടം, പ്രപഞ്ചഘടകങ്ങളും ശബ്ദം മാഞ്ഞു മറയുന്ന അഖണ്ഡബോധമാണ്. സ്വയം പ്രകാശം, സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന സത്യം. ശബ്ദമയമായി ആകാശം പ്രത്യക്ഷപ്പെടും. തുടർന്ന് ആ ആകാശത്തിൽ എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഒത്തുചേരും. വീണ്ടും അവിടെ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന പദാർത്ഥം എന്ന അറിവിൻ്റെ 3 പുടങ്ങൾക്കും വേർതിരിഞ്ഞ അവസ്ഥ വന്നുചേരും. പ്രപഞ്ചഘടകങ്ങളും ശബ്ദവും മാഞ്ഞു മറയുന്ന അഖണ്ഡബോധമാണ് സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന സത്യം. സൃഷ്ടി വിവരണപരമായ വ്യാഖ്യാനമാണിത്. ഇനി സാക്ഷാത്കാരപരമായ വ്യാഖ്യാനം എന്തെന്ന് നോക്കാം. ധ്വനിമയമായി, അനാഹതധ്വനിമയമായ ഗഗനം, ഹൃദയഗുഹയിലെ ദഹരാകാശം, ജ്വലിക്കും, വ്യക്തമായി തെളിയും. അന്നാൾ, തുടർന്ന്, അതിങ്കൽ, ആ ദഹരാകാശത്തിൽ, അശേഷ ദൃശ്യജാലം, പ്രപഞ്ചദൃശ്യങ്ങളുടെ മുഴുവൻ അനുഭവം അണയും, അസ്തമിക്കും. പുനരിവിടെ, വീണ്ടും അവിടെ, ത്രിപുടിക്ക് പൂർത്തി നൽകും. അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്നത് എന്ന ത്രിപുടി ബോധത്തിൽ ഒന്നായി ലയിക്കും. സ്വനവും അടങ്ങുമിടം, അങ്ങനെ അനാഹത ധ്വനിയും ലയിച്ചു ചേരുന്ന അഖണ്ഡബോധമാണ് സ്വയം പ്രകാശം, സ്വയം അനുഭവ സ്വരൂപമായി വിളങ്ങുന്ന സത്യം. അനാഹതധ്വനിമയമായ ഹൃദയഗുഹയിലെ ദഹരാകാശം വ്യക്തമായി തെളിയും. തുടർന്ന് ആ ദഹരാകാശത്തിൽ പ്രപഞ്ചദൃശ്യങ്ങളുടെ മുഴുവൻ അനുഭവം അസ്തമിക്കും. വീണ്ടും അവിടെ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്നത് എന്ന ത്രിപുടി ബോധത്തിൽ ഒന്നായി ലയിക്കും. അങ്ങനെ അനാഹതധ്വനിയും ലയിച്ചു ചേരുന്ന അഖണ്ഡബോധമാണ് സ്വയം അനുഭവ സ്വരൂപമായി വിളങ്ങുന്ന സത്യം. ധ്വനിയും അടങ്ങുമിടം സ്വയം പ്രകാശം. ശബ്ദമയമായ ആകാശമാണ് സൃഷ്ടിയുടെ പ്രാരംഭം. 51-ാം പദ്യത്തിൽ വിവരിച്ച അഹന്തയും ഇദന്തയും ആരംഭത്തിൽ ശബ്ദാത്മകങ്ങളാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ, ഞാൻ എന്നും ഇത് എന്നുമുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കപ്പെടാതെ അഹന്തയോ ഇദന്തയോ രൂപം കൊള്ളുന്നതല്ല. അന്തഃകരണ ഘടകങ്ങളായ സങ്കല്പങ്ങളെല്ലാം ശബ്ദാത്മകങ്ങളാണ്. ശബ്ദത്തിൻ്റെ അകമ്പടി കൂടാതെ അഹംബോധമോ പദാർത്ഥബോധമോ സാധ്യമല്ല. ശബ്ദത്തിൻ്റെ അകമ്പടി കൂടാതെ അഹംബോധമോ പദാർത്ഥബോധമോ സാധ്യമല്ല തന്നെ. ആകാശത്തിലാണ് ശബ്ദവും ശബ്ദത്തെ പിന്തുടർന്ന് അനുഭവപ്പെടുന്ന മറ്റു സകല പ്രപഞ്ചദൃശ്യങ്ങളും ചേർന്ന് പ്രകാശിക്കുന്നതെന്ന് സ്പഷ്ടം. ദൃശ്യ ആവിർഭാവത്തോടെ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്നത് എന്നിങ്ങനെ അറിവിന് 3 പുടങ്ങൾ വേർതിരിയുന്നു. ദ്വൈതാനുഭവം ഇവിടെ പൂർണ്ണത പ്രാപിക്കുന്നു. ത്രിപുടിയെക്കുറിച്ചറിയാൻ 4-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കുക. സൃഷ്ടിയുടെ പ്രാരംഭമായി ശബ്ദമയമായ ആകാശമാണ് ഉണ്ടായതെങ്കിൽ, സൃഷ്ടിയുടെ പ്രാരംഭമായി ശബ്ദമയമായ ആകാശമാണ് ഉണ്ടായതെങ്കിൽ, ശബ്ദമൊടുങ്ങി ആകാശപ്രതിഭാസവും മറയുന്ന അനുഭവതലം തന്നെയാണ് സത്യം എന്നു തീർച്ച. അതുതന്നെയാണ് അദ്വയ അഖണ്ഡബോധ അനുഭവതലം. അവിടെ ദേശകാല പ്രതീതി പോലും അസ്തമിക്കുന്നു. ഇനി നമുക്ക് പദ്യത്തിലെ സാക്ഷാത്കാരപരമായ അർത്ഥം അല്പം വിശദമായി ധരിക്കാം. ദഹരാകാശത്തെയും അനാഹതധ്വനിയെയും കുറിച്ചറിയാൻ 2-ാമത്തെയും 16-ാമത്തെയും ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കുക. സങ്കല്പനിരോധം ശീലിക്കുന്ന യോഗിക്ക് ഹൃദയഗുഹയിലെ ദഹരാകാശം അനാഹതധ്വനിമയമായി പ്രകാശിക്കും. അനാഹതധ്വനിയിലും നിസ്സംഗനായി യോഗി ചിത്തത്തെ നിരുദ്ധാവസ്ഥയിൽ എത്തിക്കുന്നതോടെ ധ്വനിയുമടങ്ങി സ്വയം പ്രകാശിക്കുന്ന അഖണ്ഡബോധം അനാവൃതമാകും. ഇതാണ് പൂർണ്ണമായ അദ്വൈത സാക്ഷാത്കാരം. നിർവികൽപ്പദശയിൽ
ഈ അനുഭവതലത്തിലെത്തുന്ന യോഗി യുത്ഥാനദശയിൽ വീണ്ടും ദേഹബോധവും പ്രപഞ്ചബോധവും ഉള്ളവനായി ഭവിച്ചാലും ധ്വനി മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം മരുചിക പോലെ ഇല്ലാത്തവയാണെന്നാണ് അനുഭവം. പിന്നെ സൃഷ്ടി വിവരണങ്ങളെല്ലാം പ്രപഞ്ചമുണ്ടെന്നനുഭവിക്കുന്ന ജിജ്ഞാസുവിന് അദ്വൈത സത്യം വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉപായങ്ങൾ മാത്രം. സൃഷ്ടി വിവരണങ്ങളെല്ലാം പ്രപഞ്ചമുണ്ടെന്ന് അനുഭവിക്കുന്ന ജിജ്ഞാസുവിന് അദ്വൈത സത്യം വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉപായങ്ങൾ മാത്രം. ത്രിപുടി മുടിഞ്ഞു തെളിയുന്ന കേവല ബോധമാണ് സത്യം. ഇത് കപടയതിക്ക് കരസ്ഥമാവുകയില്ല എന്ന് 14-ാം പദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുകൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. ആകാശാദിഭൂതങ്ങളെ സൃഷ്ടിച്ചു കാണിക്കുന്നതും അവയെ അകറ്റി പരമസത്യം വെളിപ്പെടുത്തി തരുന്നതും പരമാത്മസത്തയുടെ ശക്തി തന്നെ എന്നുള്ള കാര്യം ആവർത്തിച്ചുറപ്പിക്കുകയാണ് അടുത്ത പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.